നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 4th സെമസ്റ്ററിലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പം അതിൽ മൊഡ്യൂൾ 1C ആയിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അതിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് സീരീസ് വരെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതിൽ ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് കണ്ടിന്യൂസ് സീരീസ് എന്നാണ്. കണ്ടിന്യൂസ് സീരീസ് രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ടൈപ്പും ഉണ്ട്, ഇൻക്ലൂസീവ് ടൈപ്പും ഉണ്ട്. അപ്പം നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് പഠിച്ചപ്പോൾ ഉള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിനകത്തും അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ കണ്ടിന്യൂസ് സീരീസിനെ നമ്മൾ എന്ത് ചെയ്യുക, മിഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് എക്സ് എന്ന് പറയുന്ന ആ ഒരു മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസിയും ഈ എക്സും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഫ് എക്സ് കണ്ടുപിടിച്ച് ദെൻ ഫ്രീക്വൻസിയുടെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് ഡിസ്ക്രീറ്റ് സീരീസ് ചെയ്ത പോലെ സെയിം കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, കണ്ടിന്യൂസ് സീരീസിനെ നമ്മൾ എന്താക്കി മാറ്റുക, എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് ടൈപ്പും ഉണ്ട്, ഇൻക്ലൂസീവ് ടൈപ്പും ഉണ്ടെന്ന്. അപ്പം എക്സ്ക്ലൂസീവ് ടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ടിന്യൂസ് സീരീസ്, അതായത് 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കണ്ടിന്യൂസ് സീരീസ് അപ്പോൾ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്നിനെയും പറയുന്നത് ക്ലാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ക്ലാസ് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ എന്തെന്ന് പറയുന്നത്, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നോക്കി, ഈ ക്ലാസ്സിൻ്റെ തന്നെ അപ്പർ ലിമിറ്റ് 20 ആണ്, ഈ 20 തന്നെ ആയിരിക്കും അടുത്ത ക്ലാസ്സിൻ്റെ എന്തെന്ന് പറയുന്നത്, ലോവർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് ആകുമ്പോൾ എന്തായിരിക്കും, നേരെ തിരിച്ചു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം എന്താണ് ഇൻക്ലൂസീവ് എന്നുള്ളത്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും എന്തായിരിക്കും, സെയിം. നമുക്ക് നോക്കേണ്ടത് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്ത സെയിം ഇക്വേഷൻ ആണ്. എങ്ങനെയായിരിക്കും, മീൻ ഇസിക്കൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് സീരീസ് ആയാലും ഡിസ്ക്രീറ്റ് സീരീസ് ആയാലും ഇക്വേഷൻ സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും അത് എങ്ങനെ ചെയ്യണം. കാരണം നമ്മുടെ കണ്ടിന്യൂസ് സീരീസ് കണ്ടല്ലോ, 0 to 10, 10 to 20 അങ്ങനെയാണ് തരുന്നത്. 0 മുതൽ 10 വരെ അല്ലെങ്കിൽ 10 മുതൽ 20 വരെ എന്നുള്ളതാണ് തരുന്നത്. നമ്മൾ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ എക്സ് അല്ലെങ്കിൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. കണ്ടിന്യൂസ് സീരീസിനകത്ത് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്, മീൻ ഇസിക്കൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അതായത് 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ ഇങ്ങനെ നമുക്ക് എന്തായിട്ട് വരും, കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് സീരീസിനെ നമ്മൾ ആദ്യം എന്താക്കുക, എക്സ് ആക്കി മാറ്റുക. അതായത് എക്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ദാണ്ട് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ ഈ ഓരോ നമ്മൾ ക്ലാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലെ ഇതെന്താണ്, ലോവർ ലിമിറ്റും ഇത് അപ്പർ ലിമിറ്റും ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മിഡ് വാല്യൂ കിട്ടും. ഈ മിഡ് വാല്യൂവിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ഇൻഡിവിജ്വൽ സീരീസ് ആയാലും ഡിസ്ക്രീറ്റ് സീരീസ് ആയാലും നമുക്ക് എക്സ് തരും. നമുക്ക് തരുന്ന ആ ഐറ്റത്തെ നമ്മൾ എക്സ് ആയിട്ട് കണക്കാക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് സീരീസിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്ലാസ്സിനെ നമ്മൾ എന്താക്കി മാറ്റുക, മിഡ് വാല്യൂ ആക്കി മാറ്റുക. ആ മിഡ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മിഡ് വാല്യൂ ആയി അല്ലെങ്കിൽ എക്സിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. ലോവർ ലിമിറ്റ് L1 എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ക്ലാസ്സിലെയും എന്താണ്, ലോവർ ലിമിറ്റും അതേ ക്ലാസ്സിൽ തന്നെ അപ്പർ ലിമിറ്റും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രീക്വൻസി തരും. ആ ഫ്രീക്വൻസിയും എക്സും തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിക്കുക. ഗുണിച്ചതിന് ശേഷം അതിൻ്റെ ടോട്ടൽ, അതാണ് ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, സം അല്ലെ ടോട്ടൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടലിനെ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കണ്ടിന്യൂസ്. നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് പഠിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ കണ്ടിന്യൂസ് സീരീസ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ എന്താക്കി മാറ്റുക, മിഡ് വാല്യൂ കണ്ടുപിടിച്ച് എക്സ്
ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി ഒരു പ്രോബ്ലം വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് മാർക്കും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. കണ്ടോ, മാർക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 0 to 10, അതായത് 0 മുതൽ 10 വരെ മാർക്കുള്ള 5 പേരുണ്ട്, 10 മുതൽ 20 മാർക്ക് വരെയുള്ള 3 പേര്, 20 മുതൽ 30 വരെ മാർക്കുള്ള 7 പേര്, 30 മുതൽ 40 വരെ മാർക്കുള്ള 25 പേര്, 40 മുതൽ 50 വരെ മാർക്കുള്ള 20 പേര്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്, 2 മെത്തേഡും ഉണ്ടല്ലോ. നമ്മൾ കണ്ടിന്യൂസ് സീരീസ് പഠിക്കുന്നതിന് മുന്നേ ഡിസ്ക്രീറ്റ് സീരീസ് പഠിച്ചപ്പോൾ അതിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് മെത്തേഡും പഠിച്ചു. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ ഉള്ള ഡയറക്റ്റ് മെത്തേഡാണ് പഠിക്കുന്നത്. അപ്പോൾ ഓർക്ക് ഡിസ്ക്രീറ്റ് സീരീസിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാർക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ നമ്മൾ എന്താക്കുക, മിഡ് വാല്യൂ കണ്ടുപിടിച്ച് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ മാർക്കിനെ നമ്മൾ എന്താക്കുക, എക്സ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് കോളം എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2, അതായത് ഈ ഒരു ക്ലാസ്സിലെ ലോവർ ലിമിറ്റായ 0 പ്ലസ് അപ്പർ ലിമിറ്റായ 10 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അതുപോലെ തന്നെ 10 പ്ലസ് 20 ഡിവൈഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടി? 15. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്തൊക്കെ കിട്ടും നമുക്ക്? ആദ്യത്തത് 5, 15. ഇനി നമ്മൾ ഇതേപോലെ കാൽക്കുലേറ്റ് 20 പ്ലസ് 30 ഡിവൈഡ് ബൈ 2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇപ്പം ഇത് നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ തൊട്ടടുത്തത് എത്രയായിരിക്കും? 15 10 കൂട്ടുമ്പം 25. പിന്നെ അടുത്തത് ഇതിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 35, ദെൻ 45. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? മിഡ് വാല്യൂ കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടിച്ച മിഡ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തുണ്ട്? ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി. അത് അതുപോലെ എഴുതുക. 5, 3, 7, 25, 20. ഓക്കെ, അപ്പം നമുക്ക് ഫ്രീക്വൻസി ഉണ്ട്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അതായത് എഫും എക്സും തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. അപ്പം അടുത്ത കോളം എന്ന് പറയുന്നത് എഫ് എക്സ് ആണ്. എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുക. 5 × 5 25, 15 × 3 45, 25 × 3 175, ദെൻ അടുത്തത് 875, ദെൻ 900. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എഫ് എക്സിലെല്ലാം കൂടെ ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ വേണം. അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നായിരുന്നു. അപ്പം ഈ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സിന്റെ ടോട്ടലാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2020 കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഫിന്റെ എല്ലാം കൂടെ ടോട്ടൽ. നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞതാണ്, സെയിം കാര്യം തന്നെയാണ്. എഫ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2020 ഡിവൈഡഡ് ബൈ 60 എത്ര വരും? 33.67. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്. അപ്പം ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസം എന്ത് മാത്രമാണ്? നമ്മളുടെ ആ ഒരു കണ്ടിന്യൂസ് സീരീസിനെ നമ്മൾ എന്ത് ചെയ്യുക? മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. മിഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഈ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ആ മിഡ് വാല്യൂ ആണ്. ദെൻ അതിനുശേഷം നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസിയും ആ മിഡ് വാല്യൂ ആയ എക്സും തമ്മിൽ ഗുണിച്ച് എഫ് എക്സ് കണ്ടുപിടിക്കുക. ദെൻ എഫ് എക്സിൻ്റെ ടോട്ടലും ഫ്രീക്വൻസിയുടെ ടോട്ടലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് മെത്തേഡാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഡയറക്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.